നമസ്കാരം. വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആളില്ലാ യുദ്ധവിമാനങ്ങളുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഉദ്യമത്തിലാണ് നമ്മുടെ ഇന്ത്യ. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആളില്ലാ യുദ്ധവിമാനമായ FWD-200B എന്ന മോഡൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും ഇപ്പോൾ ഖദക് UCAVയുടെ നിർമ്മാണം വേഗത്തിലാക്കിയതുമൊക്കെ. ഈ ഒരു മേഖലയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് പരിശോധിക്കാം. ഒപ്പം തന്നെ ഡ്രോൺ ശക്തികളുടെ ആഗോള പട്ടികയിലുള്ള നമ്മുടെ സ്ഥാനവും. 1980കളിൽ തന്നെ ഇന്ത്യൻ സേന ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. അക്കാലത്ത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത BQM-74 ചുകാർ ഡ്രോണുകളാണ് ഉപയോഗിച്ചിരുന്നത്. അന്നത് വളരെ കുറച്ച് എണ്ണം മാത്രമാണ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. അന്നത്തെ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നമ്മൾ കൂടുതൽ ഡ്രോണുകളൊന്നും പിന്നെ വാങ്ങിയതുമില്ല. പിന്നെ 1999 കാർഗിൽ യുദ്ധമാണ് ഡ്രോണിന്റെ ഒരു ആവശ്യകത ശരിക്കും നമുക്ക് തുറന്നു കാട്ടിത്തന്നത് എന്ന് പറയാം. ശേഷം അധികം വൈകാതെ തന്നെ നമ്മൾ ഇസ്രയേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ നിന്ന് ഡ്രോൺ വാങ്ങുകയായിരുന്നു. അങ്ങനെ 2000 ആണ്ട് നവംബർ 27 ഡ്രോണുകൾക്കായി നമ്പർ 34 എന്നൊരു സ്ക്വാഡ്രനും ചണ്ഡീഗറിൽ തുടക്കമിട്ടു. ഡിസംബർ 2003 ആയപ്പോഴേക്കും ഡ്രോണുകൾ ഉപയോഗിക്കുന്ന സ്ക്വാഡ്രന്റെ നമ്പറിംഗ് സിസ്റ്റം മാറി. അത് പിന്നീട് അങ്ങോട്ട് 3000 സീരീസിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. ഡ്രോണുകൾക്കായുള്ള ഒരു പ്രത്യേക സ്ക്വാഡ്രൻ കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് തുടങ്ങിയതെങ്കിലും കാർഗിൽ യുദ്ധത്തിന്റെ മധ്യത്തിൽ തന്നെ ഇസ്രയേലിൽ നിന്നുള്ള ഹെറോൺ ഡ്രോണുകൾ ഇന്ത്യയിലെത്തിയിരുന്നു. മോശമല്ലാത്തൊരു സേവനമാണ് അവ യുദ്ധത്തിൽ കാഴ്ചവെച്ചതും. പിന്നീട് അങ്ങോട്ട് നിരീക്ഷണങ്ങൾക്കും രക്ഷാദൗത്യത്തിനുമെല്ലാം ഡ്രോണുകളുടെ സേവനം ഇന്ത്യ പടിപടിയായി ഉയർത്തുകയായിരുന്നു. ഇവിടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ചില ഡ്രോണുകളെക്കുറിച്ച് നോക്കാം. അതിലൊന്നാണ് റസ്തം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറായിരുന്ന റസ്തം ഡമാനിയോടുള്ള ആദരസൂചകമായാണ് ഈ പേര് തിരഞ്ഞെടുത്തത്. ലൈറ്റ് കനാഡ് റിസർച്ച് എയർക്രാഫ്റ്റിനെ പരിഷ്കരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ RPAS ആണ്, അതായത് റിമോട്ടഡ്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം. ഓട്ടോണോമസ് ഫ്ലൈറ്റ് മോഡിന്റെ സഹായത്തോടെ ടേക്ക് ഓഫും ലാൻഡിങ്ങുമെല്ലാം സാധ്യമാകും. ഇതിന് നിലവിൽ പല വേരിയന്റുകളും ഉണ്ട്. നമുക്കാദ്യം ഇതിന്റെ ബേസ് വേരിയന്റായ റസ്തം 1ന്റെ സ്പെസിഫിക്കേഷൻസ് പരിശോധിക്കാം. ഇതിന് 800 കിലോഗ്രാം ഭാരവും 200 കിലോമീറ്റർ റേഞ്ചുമുണ്ട്. 10 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാനുള്ള ശേഷിയാണ് ഇതിനുള്ളത്. പരമാവധി 20,000 അടി വരെ ഉയരത്തിൽ ഇതിന് പറക്കാൻ കഴിയും. ഇതൊരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ശ്രേണിയിൽപ്പെട്ട UAV ആണ്. ഇതിന്റെ മറ്റൊരു വേരിയന്റ് അറിയപ്പെടുന്നത് ആർച്ചർ എന്നാണ്. ഇത് ഷോർട്ട് റേഞ്ച് ഉപയോഗങ്ങൾക്കുള്ളതാണ്. കുറച്ചുകൂടി വലിപ്പം കൂട്ടി 24 മണിക്കൂർ വരെ പറക്കാൻ കഴിയുന്ന ഒരു വേരിയന്റ് അറിയപ്പെടുന്നത് റസ്തം H എന്നാണ്. ആദ്യകാലത്ത് ഡ്രോണുകൾ നിരീക്ഷണത്തിനും രക്ഷാപ്രവർത്തനത്തിനുമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നീടവ ആളില്ലാ യുദ്ധവിമാനത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. ഇന്ന് പലതിനും വളരെ കൃത്യതയോടെ ബോംബുകൾ വർഷിക്കാനും മിസൈലുകൾ ലോഞ്ച് ചെയ്യാനും കഴിയുന്നുണ്ട്. റസ്തം UAVയുടെ ഒരു ഷോർട്ട് റേഞ്ച് വേരിയന്റിൽ അതിമാരകമായ ആന്റി ടാങ്ക് മിസൈൽ ഘടിപ്പിക്കാനാണ് ഇപ്പോൾ DRDO ആലോചിക്കുന്നത്. നാഗ് മിസൈലിന്റെ ഏറ്റവും പുതിയ വെർഷനായ നാഗ് MK2 ഘടിപ്പിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇവ ഹെലികോപ്റ്ററുകളിൽ നിന്നൊക്കെ തൊടുത്തുവിട്ട് ടാങ്കുകളെയും മറ്റ് കവചിത വാഹനങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ കഴിവുള്ളവയാണ്. ഈ മിസൈലിന്റെ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 500 മീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെയുള്ള ടാർഗറ്റിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. നാഗിന്റെ ആദ്യ വേരിയന്റിനെ അപേക്ഷിച്ച് മാർക്ക് 2 വരുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രോണിൽ നിന്നൊക്കെ ലോഞ്ച് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ റഡാർ സിസ്റ്റത്തിലും കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യത കൂടുതൽ ഉറപ്പാക്കാം. ഇനി ഇന്ത്യയുടെ കൈവശമുള്ള മറ്റൊരു കാറ്റഗറിയിൽപ്പെട്ട ഡ്രോണുകളാണ് കാമിക്കാസെ ഡ്രോണുകൾ. കാമിക്കാസെ എന്നത് ഒരു ജാപ്പനീസ് വാക്കാണ്. സൂയിസൈഡ് എന്നാണ് ഇതിന്റെ അർത്ഥം. 2ാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് യുദ്ധവിമാനങ്ങൾ സഖ്യശക്തികളുടെ ആസ്ഥാനങ്ങളിലേക്ക് ഇടിച്ചു കയറ്റുന്ന ഒരു ആക്രമണ രീതി ഉണ്ടായിരുന്നു. ഇതിനെ കാമിക്കാസെ അറ്റാക്ക് അഥവാ സൂയിസൈഡ് അറ്റാക്ക് എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. ഇത്തരത്തിൽ ശത്രുതാവളങ്ങളിലേക്ക് ഇടിച്ചു കയറുന്ന ഡ്രോണുകളെയാണ് കാമിക്കാസെ ഡ്രോണുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഡ്രോണുകൾ ഇന്ത്യയും സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് സോളാർ ഇൻഡസ്ട്രീസിന്റെ സബ്സിഡറി കമ്പനിയായ എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത നാഗാസ്ത്ര 1. ആദ്യ ബാച്ചിൽ തന്നെ 120 എണ്ണമാണ് ഇന്ത്യൻ സൈന്യത്തിലേക്ക് കൈമാറിയത്. ഇതിന്റെ ഒരു പ്രവർത്തനക്ഷമത കണ്ട് ബോധ്യപ്പെട്ടിട്ടെന്നോണം 480 എണ്ണത്തിന്റെ എക്സ്ട്രാ ഓർഡറാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഡ്രോണാണ് കാർഗെ ഡ്രോൺ. ഇതിന്റെ ഒരെണ്ണത്തിന്റെ വിലയെന്ന് പറയുന്നത് 30,000 രൂപ മാത്രമാണ്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ശത്രുതാവളങ്ങൾ ആക്രമിക്കാം എന്നുള്ളതാണ് ഈ കാമിക്കാസെ വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളുടെ ഒരു പ്രത്യേകത.
കൂടുതൽ ഡ്രോണുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെലവും കുറവാണ്, കൂടുതൽ സ്വകാര്യതയും ഉറപ്പുവരുത്താം. നിലവിൽ 625 ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. 13,000-ൽ പരം ഡ്രോണുകൾ ഉള്ള അമേരിക്ക തന്നെയാണ് ഇതിലും ഒന്നാം സ്ഥാനത്ത്. ഈ ഒരു ലിസ്റ്റിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തുർക്കിയാണ് രണ്ടാം സ്ഥാനത്ത്. ഇന്ത്യ നിലവിൽ 6-ാം സ്ഥാനത്താണ് ഉള്ളത്. നിലവിൽ നടക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഈ ലിസ്റ്റിൽ സ്ഥാനക്കയറ്റം നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനായി DRDO അഹോരാത്രം പരിശ്രമിക്കുന്നുമുണ്ട്. DRDOയ്ക്ക് വിജയാശംസകൾ. ജയ് ഹിന്ദ്.